നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പുസ്തകങ്ങൾ ഇഷ്ടായോ? ആരേതൊക്കെ സെലക്ട് ചെയ്തത് ഞാൻ തന്നെ. എന്തുപറ്റി? വായിക്കണമെന്ന് ആഗ്രഹിച്ച പുസ്തകങ്ങളാ. ചില പുസ്തകങ്ങളും അതിന്റെ റൈറ്റേഴ്സും ഒക്കെ മനസ്സിലിങ്ങനെ ഉടക്കി കിടക്കുന്നതാ. അതെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടിയതിന്റെ സന്തോഷം. ഓ ഭാഗ്യം. സെലക്ട് ചെയ്യുമ്പോ ഞാൻ പേടിച്ചിരുന്നു. ഇനി മുതൽ എന്താഗ്രഹം മനസ്സിലുണ്ടെങ്കിലും മടിക്കാതെ എന്നോട് പറയണം. അത് നടത്തി തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആഗ്രഹങ്ങൾ പറയാൻ പേടിയാ. അമ്മയോടും അതെ, മോനോടും അതെ. പിന്നെ അത് നടത്താതെ ഉറങ്ങില്ലല്ലോ രണ്ടുപേരും. എനിക്ക് തന്നെ മതിയെന്ന് അമ്മ പറഞ്ഞപ്പോ ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്, താൻ ജനിച്ചു തന്നെ എനിക്ക് വേണ്ടിട്ടാ. നമ്മുടെ ജീവിതം ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട് കേട്ടോ. എന്ത് പ്ലാൻ? നിത്യ ഒരുപാട് ദൂരെയൊന്നും പോയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പോണ്ടേ? ഒരുപാട് സ്ഥലങ്ങൾ കാണണ്ടേ? വേണ്ട. അച്ഛന് തനിച്ചേക്ക് എവിടെ പോയാലും എനിക്ക് സമാധാനം കിട്ടില്ല. എന്നാ വേണ്ട. ഇപ്പൊ തോന്നുന്നുണ്ടോ ആഗ്രഹിച്ചതൊന്നും എന്നെ വിവാഹം കഴിച്ച സാധിക്കില്ലെന്ന്? കുറെ സ്ഥലങ്ങളല്ലേ കാണാതിരിക്കൂ. തന്നെ കാണാലോ കണ്ണു നിറയെ. എന്താ വിമലേട്ടാ? ഒന്നുമില്ല. അമ്മേ, വെള്ളം ഇത് പോരാ, ഒരു ബക്കറ്റ് കൂടി വേണ്ടി വരും. എന്ത്? അയ്യോ, എന്തു പറ്റിയുമല്ല? അറിഞ്ഞൂടാ, എന്തോ പറ്റിയിട്ടുണ്ട്. ആ, പുള്ളിക്കാരനെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ ഇപ്പൊ? ഇല്ല. അച്ഛനെ അമ്മായിക്കും മോനും നല്ല പേടിയാ. അത് നന്നായി. ഇനി തന്നെ ദ്രോഹിച്ചാലേ എന്നെ കൂടി അവര് പേടിക്കേണ്ടി വരും. അല്ല, ശ്രുതിയെ കണ്ടില്ലല്ലോ? ആ, അത് പറയാൻ മറന്നു. ശ്രുതി സാരയുടെ അടുത്തേക്ക് പോയിരിക്ക. സാറയോ? സാറിന്റെ അടുത്തേക്കോ? അതെ. ഞാനേ ഇപ്പോഴാ ഓർത്തത്, ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോ ഒരു സ്ഥലത്തേക്ക് കയറണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു. പറഞ്ഞ സമയമായി. ഞാൻ ഇറങ്ങട്ടെ? ഞാൻ അച്ഛനെ വിളിക്കാം. വേണ്ടടോ, താൻ പറഞ്ഞാ മതി. ശരി എന്നാ. ശരവണ, വണ്ടി കയറാം. கொஞ்சம் லூஸ் இருக்கா? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.